ഹായ് ബഡീസ്, വെൽക്കം ടു എജുപോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു കുഞ്ഞു ടോപ്പിക്കാണ്. അതായത് ഒന്നുമില്ല, ചെറിയൊരു 4 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, പരീക്ഷയ്ക്ക് 4 മാർക്ക് പോക്കറ്റില്ല 4 മാർക്ക് പോക്കറ്റിലാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ് സൈക്കിൾ? ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ സാറേ ഗ്ലൈക്കോളിസിസ്, എന്താ സാറേ ക്രബ് സൈക്കിൾ? ഒന്നുമില്ലടാ, അത് രണ്ടും എന്താണ്? കോശ ശ്വസനത്തിൻ്റെ സെല്ലുലാർ റെസ്പിറേഷൻ്റെ 2 സ്റ്റേജസുകളാണ് എന്ത്? ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും. ഗ്ലൈക്കോളിസിസിൻ്റെ മലയാളം ഗ്ലൈക്കോളിസിസ് തന്നെ, ക്രബ് സൈക്കിളിൻ്റെ മലയാളം ക്രബ്സ് പരിവൃത്തി. കിട്ടൂലേ? ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറിയോ, ആദ്യം ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് പഠിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അല്ലാതെ പഠിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ചെന്നാൽ നമുക്ക് എന്തെയില്ല, ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. ഈ ഗ്ലൈക്കോളിസിസ് ആവട്ടെ ക്രബ് സൈക്കിൾ ആവട്ടെ, ഇവർ രണ്ടുപേരും എന്താണ്? സെല്ലുലാർ റെസ്പിറേഷൻ്റെ കോശ ശ്വസനത്തിൻ്റെ ഘട്ടങ്ങളാണ്, സ്റ്റേജസുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കട്ടോ, ഡിസ്കസ് ചെയ്യാം. വരൂ, കമോൺ. ഓക്കെ, അപ്പോൾ കോശ ശ്വസനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണെന്ത്? ഗ്ലൈക്കോളിസിസ്. കോശ ശ്വസനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണെന്ത്? ഗ്ലൈക്കോളിസിസ്. ഫസ്റ്റ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ, അതാണെന്ത്? ഗ്ലൈക്കോളിസിസ്. അങ്ങനെയെങ്കിൽ ബുദ്ധി വെച്ച് പറയും. അപ്പോൾ പിന്നെ സെക്കൻഡ് ഫേസ് എന്തായിരിക്കും? ക്രബ് സൈക്കിൾ. വലിയ പണിയുണ്ടോ? സിമ്പിൾ. ക്രബ് സൈക്കിൾ എന്താണ്? രണ്ടാം ഘട്ടമാണ്. സെക്കൻഡ് ഫേസ് ഇൻ ദ സെല്ലുലാർ റെസ്പിറേഷൻ, അതാണെന്ത്? ക്രബ് സൈക്കിൾ. സിമ്പിൾ. കിട്ടിയാലോ? ഇനി ഈ ഗ്ലൈക്കോളിസിസ് തുടങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ എന്താ ഉണ്ടാവുക എന്നറിയോ? ഗ്ലൂക്കോസ് ഉണ്ടാവുക. എന്താ ഉണ്ടാവുക? ഗ്ലൂക്കോസ് ഉണ്ടാവുക. ഈ ഗ്ലൂക്കോസിൽ നിന്ന് എനർജിയെ, ഊർജ്ജത്തെ റിലീസ് ചെയ്യുന്ന, സ്വതന്ത്രമാക്കുന്ന പരിപാടിയാണ് എന്ത്? സെല്ലുലാർ റെസ്പിറേഷൻ. അപ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് പോകുമ്പോൾ നമ്മളെ കയ്യിലുള്ളത് എന്താ? ഗ്ലൂക്കോസാണ്. നമ്മളെ കയ്യിലുള്ളത് എന്താണ്? ഗ്ലൂക്കോസാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോളിസിസ്, അതായത് ഒന്നാമത്തെ സ്റ്റേജിൽ ഈ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റും. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? പൈറുവിക് ആസിഡ് ആക്കി മാറ്റൂത്രേ. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന പരിപാടി എന്താണ്? ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൈറുവിക് ആസിഡ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്തു? ആ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റി. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ ഈ പൈറുവിക് ആസിഡ് എന്താക്കി മാറ്റും എന്നറിയോ? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റുത്രേ. സത്യം, നുണ പറയില്ല, കാര്യം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജിൽ നിരവധി രാസമാറ്റങ്ങളിലൂടെ ഈ പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റപ്പെടുന്നു. ഓക്കെ, പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റും. രണ്ടാമത്തെ സ്റ്റേജിൽ ഈ പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റും. ഹാപ്പി അല്ലേ? ഓക്കെ, ഇനി എനർജിയെ റിലീസ് ചെയ്യുന്ന പരിപാടിയാണല്ലോ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശ ശ്വസനം. അപ്പോൾ നമുക്ക് ഈ 2 സ്റ്റേജിൽ നിന്നും എനർജി കിട്ടണം. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഗ്ലൈക്കോളിസിസിൽ നിന്ന് നമുക്ക് എത്ര എനർജി കിട്ടും? 2 എനർജി. കൊള്ളാലോ കളി. 2 ATP തന്മാത്രകൾ കിട്ടും. എത്ര ATP തന്മാത്രകൾ? 2 ATP തന്മാത്രകൾ ഗ്ലൈക്കോളിസിസിൽ നിന്ന് കിട്ടുമെങ്കിൽ ക്രബ് സൈക്കിളിൽ നിന്ന് 2 അല്ല 28 ATP. 2 അല്ല 3 അല്ല 4 അല്ല 28 ATP ആണ് എവിടെ നിന്ന് കിട്ടുന്നത്? ക്രബ് സൈക്കിളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ക്രബ് സൈക്കിൾ ടോപ്പല്ലേ? ഭയങ്കര ടോപ്പാ. ഓക്കെ, ഇനി അടുത്ത വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗ്ലൈക്കോളിസിസ് എവിടെ നടക്കുന്നു? ക്രബ് സൈക്കിൾ എവിടെ നടക്കുന്നു? എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഗ്ലൈക്കോളിസിസ് ഒരു കോശത്തിൻ്റെ സൈറ്റോപ്ലാസം അല്ലേ, കോശദ്രവ്യം. ആ കോശദ്രവ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കിലാണ് നടക്കുക. കാരണം അതിൽ ഒറ്റ പരിപാടിയാണ്, 2 ATP തരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു മൂലക്ക് നടന്നാൽ മതി. കോശദ്രവ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കൽ, കോശദ്രവ്യത്തിൽ വച്ച് നടക്കുന്ന പരിപാടിയാണ് എന്ത്? ഗ്ലൈക്കോളിസിസ്. സൈറ്റോപ്ലാസത്തിൽ എവിടെ നടക്കുക? സൈറ്റോപ്ലാസത്തിൻ്റെ ഏതെങ്കിലും, സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുകയാണല്ലോ കോശത്തിൻ്റെ നടുവിലുള്ള ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള എല്ലാ ഏരിയ എന്താണ്? സൈറ്റോപ്ലാസം. അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ നടക്കട്ടെ. എവിടെ നടന്നാലും നമ്മൾക്ക് കുഴപ്പമില്ല. നമുക്കിപ്പോൾ എന്താ അല്ലേ? അപ്പോൾ എവിടെ നടന്നാലും നമുക്ക് കുഴപ്പമില്ല. എവിടെ പോയി അവിടെ ഇതൊക്കെ. ഓക്കെ, സൈറ്റോപ്ലാസത്തിലാണ് സൈറ്റോപ്ലാസത്തിലാണ് എന്നാൽ നിങ്ങൾ കേട്ടോളി, ഈ ക്രബ് സൈക്കിൾ ക്രബ് സൈക്കിൾ ഇതെന്താ വരാത്തു? ഓക്കെ, ക്രബ് സൈക്കിള് അങ്ങനെ സൈറ്റോപ്ലാസത്തിൻ്റെ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടക്കൂല. സൈറ്റോപ്ലാസത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടക്കേണ്ട പരിപാടിയല്ല ക്രബ് സൈക്കിൾ. അവൻ 28 ATP തരുന്ന ആളാ. അവൻ എവിടെ നടക്കാമെന്ന് ചോദിച്ചാൽ അവന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്ഥലം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് മൈറ്റോകോൺട്രിയ. എന്താണ്? മൈറ്റോകോൺട്രിയ. അപ്പോൾ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുക? ക്രബ് സൈക്കിൾ നടക്കുക. ക്രബ് സൈക്കിൾ. എന്നാൽ കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുക? ഗ്ലൈക്കോളിസിസ് നടക്കുക.
ഇപ്പോൾ 4 വ്യത്യാസമായില്ലേ, ഇനി ഒരു വ്യത്യാസം കൂടി ഉള്ളൂ. എന്താണെന്നറിയോ, ഈ ഗ്ലൈക്കോളിസിസ് നടക്കണമെങ്കിൽ ഓക്സിജൻ്റെ ആവശ്യം ഇല്ല. ഓക്സിജൻ്റെ ആവശ്യം ഇല്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ. എന്നാൽ ക്രബ് സൈക്കിൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ആവശ്യം ഉണ്ട്. അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്, ഓക്സിജൻ്റെ ആവശ്യം ഉണ്ട്. ഓക്കെ, ഓക്സിജൻ്റെ ആവശ്യം ഉണ്ട്. O2 ടിക്ക്, മറ്റേത് O2 തെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഒന്നാമത്തെ ഘട്ടം, ഇത് രണ്ടാമത്തെ ഘട്ടം. ഓക്കെ, പിന്നെ ഇവിടെ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും, ഇവിടെ പൈറൂവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റും. ഇവിടെ 2 ATP ആണ് തരുന്നത്, എന്നാൽ ക്രബ് സൈക്കിളിൽ 28 ATP തരുന്നു. ഇനി ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടക്കും. പക്ഷേ ക്രബ് സൈക്കിൾ മൈറ്റോകോൺട്രിയയിലാണ് നടക്കുക. എവിടെ നടക്കുക? മൈറ്റോകോൺട്രിയ. പിന്നെ ഗ്ലൈക്കോളിസിന് എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. ക്രബ് സൈക്കിളിന് എന്ത് വേണം? ഓക്സിജൻ വേണം. കിട്ടിയോ? 5 ഡിഫറൻസും പഠിച്ചോ? അവിടെ ഓക്കെടാ മുത്ത്. എന്നാൽ നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. 4 മാർക്കിന് പിടിച്ചാൽ കിട്ടാത്ത ചോദ്യം. 4 മാർക്കാട്ടോ മക്കളെ, വെറുതെ കളയരുതി. 4 മാർക്ക് ഇതാ ഇപ്പം പിടിച്ചോ. അതാ പിടിച്ചോ. ഓക്കെ, ഫസ്റ്റ് പാർട്ട് വേർ സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, ആദ്യം ഇത് എവിടെ നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് എവിടെ നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സ്ഥലം എന്താ? നടക്കുന്ന സ്ഥലം. അവിടെ ഗ്ലൈക്കോളിസിസ് എവിടെ നടക്കുക? ഗ്ലൈക്കോളിസിസ് എവിടെ നടക്കുക? പറയ്. കോശദ്രവ്യത്തിൽ. എവിടെ നടക്കുക? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. എന്നാൽ ക്രബ് സൈക്കിൾ എവിടെ നടക്കുക? മൈറ്റോകോൺട്രിയൻ്റെ ഇംഗ്ലീഷും മലയാളം ഒക്കെ ഒന്ന് തന്നെയാണ്, മൈറ്റോകോൺട്രിയ തന്നെ. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ നീഡ് ഓഫ് ഓക്സിജൻ്റെ ആവശ്യകത. ഗ്ലൈക്കോളിസിസിൽ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഓക്സിജൻ്റെ ആവശ്യം ഇല്ല. തെറ്റിട്ടു. എന്നാൽ ഇവിടെ ഓക്സിജൻ്റെ ആവശ്യം ഉണ്ട്. ശരി ഇട്ടു. ഓക്കെ, മനസ്സിലാവില്ലേ? ഇനി നമ്പർ ഓഫ് ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ്, അതായത് ഇവിടെ രൂപപ്പെടുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യപ്പെടുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ATP ഗ്ലൈക്കോളിസിസിൽ എത്ര? വെറും 2 എണ്ണം. ഗ്ലൈക്കോളിസിസിൽ 2 എണ്ണം. ഒരു മണ്ട കൊണാപ്പി. ഗ്ലൈക്കോളിസിസിൽ 2 ATP. എന്നാൽ ക്രബ് സൈക്കിളിൽ 28 ATP. ക്രബ് സൈക്കിൾ എത്ര ATP? 28 ATP. ഗുഡ്, കിട്ടൂലേ? ഇനി ലാസ്റ്റ് ഇത് ഇവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിന് എന്താക്കി മാറ്റും? പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. പൈറൂവിക് ആസിഡിൻ്റെ ഇംഗ്ലീഷും മലയാളം ഒക്കെ ഒന്ന് തന്നെ കേട്ടോ. പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. എന്നാൽ ഇതേ പൈറൂവിക് ആസിഡിനെ നമ്മളെ ക്രബ് സൈക്കിളിൽ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള 28 ATP കിട്ടുന്ന ഓക്സിജൻ ആവശ്യമുള്ള മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന ക്രബ് സൈക്കിളിൽ ഈ പൈറൂവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റും. എന്താക്കി മാറ്റും? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റും. ജലം മീൻസ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് ഇവർ തമ്മിലുള്ളത്. പിന്നെ ഒരു ഡിഫറൻസും കൂടി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. ഇത് ഫസ്റ്റ് ഫേസ്, അത് സെക്കൻഡ് ഫേസ്. വലിയ പണിയൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് വരും. ഓക്കെ, അപ്പോൾ കമൻറ്റ് ഇട്ടുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എല്ലാവർക്കും പരീക്ഷയ്ക്കുള്ള എല്ലാവിധ ഭാഗങ്ങളും ഇപ്പോൾ തന്നെ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസ്റ്റ് ആർക്ക്. ഓക്കെ, ഗുഡ് ബൈ.